ഞാനങ്ങനെ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഏലക്കയാണ് പിടിച്ചതെങ്കിലും ഈ വീഡിയോ നമ്മൾ കടല റോസ്റ്റ് ചെയ്യാൻ പോകണം. കടല റോസ്റ്റ് കുറച്ച് എന്ന് പറയുമ്പോൾ ഒരു 300 ഗ്രാമോളം നിലക്കടല നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ കഴിച്ച് നോക്കിയപ്പോൾ കൊള്ളില്ല. അപ്പോൾ നമുക്ക് എന്നാലും ഇത് മൊത്തത്തിൽ റോസ്റ്റ് ചെയ്തെടുക്കാം ഗൈസ്. എന്നിട്ട് കണ്ടെയ്നറിൽ കീപ്പ് ചെയ്യാം. സോ ലെറ്റ്സ് ഗോ ടു ദ റോസ്റ്റിംഗ് പാർട്ട്. ഗൈസ്, നമ്മളിങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. എൻ്റെ ഒരു മൈൻഡിൽ ഞാൻ ഇത് മേടിച്ചപ്പോൾ വിചാരിച്ചത് നമുക്ക് കൈയോടെ ഇങ്ങനെ ഇതാക്കുമ്പോൾ തൊല്ലി അങ്ങ് പൊളിഞ്ഞു വരുന്ന ഞാൻ വിചാരിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി ഇത് അങ്ങനെ വരുന്നില്ല ഗൈസ്. നമുക്ക് ആകെയുള്ള ഓപ്ഷൻ നല്ലോണം ചൂടാക്കി എടുക്കുക. എന്നിട്ട് എന്താ അവസ്ഥ എന്ന് നോക്കുക. വെറുതെ ഞാൻ എത്ര നേരം ഇളക്കണം ഒരു ഐഡിയ ഇല്ല ഗൈസ്. ബട്ട് സ്റ്റിൽ വി ആർ ട്രൈ. മേടിച്ച് പോയില്ലേ. എന്തായാലും ഇത് ഇളക്കിയതിന് ശേഷം ഒന്ന് സെറ്റായിട്ട് ഞാൻ വിളിക്കാൻ ഗൈസ്. അല്ല, ഞാൻ വരാം ഗൈസ്. അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ക്യാമറ പിടിച്ചിങ്ങനെ നിൽക്കലുണ്ടാവും. ക്യാമറയല്ല, ഫോണിൽ വീഡിയോ എടുക്കലുണ്ടാവും. ഓക്കെ ഗൈസ്, ഐ തിങ്ക് ഇറ്റ്സ് വർക്കിംഗ് ഔട്ട് എന്ന് തോന്നുന്നു. കാരണം എനിക്ക് തോല് പൊളിഞ്ഞു വരുന്ന പോലെ തോന്നുന്നുണ്ട്. അതിന് എൻ്റെ തോന്നലാണോ എനിക്കറിയില്ല. ഇത് കുറേ നേരം മാറ്റം തോന്നുന്നു. എന്തായാലും നമുക്ക് അടികൊണ്ടിരിക്കാം ഗൈസ്. വേറെന്താക്കാനെ ഗൈസ്. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മളെ കടല എല്ലാം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചില കടല കഴിക്കുമ്പോഴേക്കും തോന്നും ഓക്കെ കട്ട് ഞാൻ ഉദ്ദേശിച്ച കടല വരെ കിട്ടിയിരുന്നു. പക്ഷെ ചില കടല കഴിക്കുമ്പോൾ എനിക്ക് തോന്നും എന്ത് ഇങ്ങനെയാണ്, എന്തിൻ്റെ കുഴപ്പമാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നമ്മളെന്തായാലും മൊത്തം തീർക്കാൻ പോകുന്നില്ല. കുറച്ചൊരു ജ്യൂസ് അടിക്കേണ്ടിട്ട് കടല കണ്ടിട്ടാണ് ഇപ്പോൾ വാർത്തത്. ഇനിവേ നമുക്കിത് കണ്ടെയ്നറിലോട്ട് മാറ്റാം. കുറച്ച് ചൂടാക്കി വേണ്ടി നമ്മളങ്ങനെ കടല വാരിപ്പറക്കിനത് ഇട്ടിട്ടുണ്ട് ഗൈസ്. നമുക്കിത് ക്ലോസ് ചെയ്യാം. ബാക്കി കടല നമുക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. നമ്മൾ ജ്യൂസ് അടിക്കുന്നൊരു വീഡിയോ ഈ അടുത്തിടും ഗൈസ്. ഈ അടുത്തിടും. നമുക്കിത് ആദ്യം ക്ലോസ് ചെയ്യാം ഗൈസ്. അങ്ങനെ ഹൗ ടു റോസ്റ്റ് കടല ഇൻസ് ഹിയർ.